ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, അങ്ങനെ ഇപ്പോൾ ഗവർണർ എത്തിയിട്ടുണ്ട്. നയപ്രഖ്യാപനം ഉടൻ തന്നെ ആരംഭിക്കും. അങ്ങനെ അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും സജ്ജമായിട്ടുണ്ടല്ലേ? പ്രവിത, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ മോട്ടോർക്കേഡ് ഇപ്പോൾ നിയമസഭയുടെ സമുച്ചയത്തിന്റെ മുൻവാതിലിൽ എത്തിയിരിക്കുന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ സ്വീകരിക്കാനായി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫ്, നിയമസഭാ സെക്രട്ടറി ചുമതല വഹിക്കുന്ന ഷാജൻ സി ബേബി, ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്, സംസ്ഥാന പോലീസ് മേധാവി രവത ചന്ദ്രശേഖർ എന്നിവരുണ്ട്. ഇപ്പോൾ ഗവർണറെ സ്വീകരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കും. ആ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷമാണ് നിയമസഭാ സമുച്ചയത്തിനകത്തേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നത്. ഇപ്പോൾ ആദ്യം പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുകയാണ് നടക്കുന്നത്. പോലീസിന്റെ സല്യൂട്ട് അഭിവാദനം സ്വീകരിച്ച ശേഷമായിരിക്കും അദ്ദേഹം അകത്തേക്ക് പോലീസ് മേധാവി രവത ചന്ദ്രശേഖർ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലാണ് പോലീസ് ഗവർണർക്ക് അഭിവാദനം നൽകുന്നത്. പോലീസിൽ നിന്നും ഗവർണർ ഇപ്പോൾ അഭിവാദ്യം സ്വീകരിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ, സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നിവർ ചേർന്ന് സ്വീകരിക്കുന്നതിന് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അങ്ങനെ സർക്കാരിന്റെ വി ഡി സതീശൻ സർക്കാരിന്റെ ഒരു വർഷത്തെ നയം അത് എന്താകും എന്നുള്ളത് സംബന്ധിച്ചൊരു വ്യക്തത ഇന്ന് വരികയാണ്. നയപ്രഖ്യാപന പ്രസംഗത്തിനായാണ് ഇപ്പോൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എത്തിച്ചേർന്നിരിക്കുന്നത്. സംസ്ഥാനത്ത് പുതിയതായി അധികാരമേറ്റ വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗമാണ് നിയമസഭയിൽ നടക്കാൻ പോകുന്നത്. ഇന്ന് ചരിത്രപരമായ ഒരു സുപ്രധാന ചടങ്ങിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. സംസ്ഥാനത്ത് പുതിയതായി അധികാരമേറ്റ സതീശൻ സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിൽ എന്തൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുമോ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. 9 മണിക്കാണ് നയപ്രഖ്യാപനം. ഇപ്പോൾ സഭയിലേക്ക് ഗവർണറും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും ഉൾപ്പെടെ പ്രവേശിച്ചിരിക്കുകയാണ്. ആർ ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? പ്രവിത, ഇനി സഭാതലത്തിലേക്ക് ഗവർണർ പ്രവേശിക്കുന്നു. സ്പീക്കറും പാർലമെന്ററി കാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും ചേർന്ന് അദ്ദേഹത്തെ സഭാതലത്തിലേക്ക് ആനയിക്കുകയാണ്. അതിനുശേഷം സ്പീക്കറുടെ തൊട്ടടുത്തായിട്ടുള്ള ഇരിപ്പിടത്തിൽ ഗവർണർ ഇരിക്കും. ദേശീയ ഗാനാലാപനത്തോടെയാണ് ഈ നയപ്രഖ്യാപന പ്രസംഗം അടക്കമുള്ള ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങുകൾ നിയമസഭയ്ക്കകത്ത് നടക്കാറുള്ളത്. അതുകൊണ്ട് ദേശീയ ഗാനാലാപനമായിരിക്കും ആദ്യത്തെ ചടങ്ങ്. എന്നാൽ ഇപ്പോൾ ദേശീയ പ്രാധാന്യമുള്ള പരിപാടികൾ വന്ദേമാതര ആലാപനം കൂടി നിർബന്ധമാക്കിയിട്ടുള്ള സാഹചര്യത്തിൽ വന്ദേമാതര ആലാപനം ഉണ്ടോ എന്ന കാര്യത്തിൽ കൂടി ഇനി വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ദേശീയ ഗാനാലാപനത്തോടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തുടക്കം കുറിക്കുന്നതാണ് സാധാരണയുള്ള പതിവ്. ഗവർണർ സ്പീക്കർക്ക് സമീപമുള്ള അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിൽ ഉപവിഷ്ടനായ ശേഷം നിയമസഭാ സെക്രട്ടറിയും സ്പീക്കറും ചേർന്നായിരിക്കും അദ്ദേഹത്തെ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നത്. അതിനുശേഷം ഏതാണ്ട് 1.5 മണിക്കൂറോളം ദൈർഘ്യം വരുന്ന ഒരു പ്രസംഗമായിരിക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിയമസഭയ്ക്കകത്ത് നടത്താൻ പോകുന്നത്. വിഷൻ 2031 എന്ന ഒരു തലക്കെട്ടുമായിട്ടാണ് വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പ്രകടന പത്രിക അവതരിപ്പിച്ചത്. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകൾ ഇന്ന് അദ്ദേഹം അവതരിപ്പിക്കും. അത്തരം കാഴ്ചപ്പാട് വിഷൻ എന്താണെന്നുള്ള കാര്യം വ്യക്തമാകും. കേന്ദ്ര സർക്കാരുമായിട്ടുള്ള സമീപനം എന്താണ് എന്നടക്കമുള്ള വിഷയങ്ങൾ ഇപ്പോൾ വ്യക്തമാകും. സർക്കാരിന്റെ ഈ വർഷത്തെ നയപരിപാടികൾ
ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിയമസഭയിൽ പ്രഖ്യാപിക്കും. ഇപ്പോൾ ഗവർണർ നിയമസഭയിലെത്തിയിട്ടുണ്ട്. ഗാർഡ് ഓഫ് ഓണർ നൽകി അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ 9 മണിയോടുകൂടി തന്നെ നയപ്രഖ്യാപനം ആരംഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ വി.ഡി. സതീശൻ സർക്കാരിന്റെ ഈ ഒരു വർഷത്തെ നയകാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള ഒരു തീരുമാനമാണ് അറിയേണ്ടത്. ഏറ്റവും പ്രധാനം ഈ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഊന്നിയുള്ള ഒരു നയപ്രഖ്യാപനം തന്നെ ആയിരിക്കുമോ എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ തരത്തിലുള്ള ഗ്യാരണ്ടികളൊക്കെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ത്രീകൾക്ക് സൗജന്യ നടപടികൾ ആരംഭിക്കുകയാണ്. അതിലേക്ക് ഗവർണർ നിയമസഭയിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം സഭയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ സഭാ നടപടികളൊക്കെ തന്നെ ആരംഭിക്കും. നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയഗാനത്തോടുകൂടി ആയിരിക്കും ആരംഭിക്കുക. അതിനുശേഷം 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നയപ്രഖ്യാപനമായിരിക്കും ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടാവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.